ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിം സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ 32ആയി. ഇതിൽ 12 പേർ കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും. വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ ശേഷിപ്പ് തിരയുകയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അത്രയും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കൃത്യമായ വിവരം നൽകാൻ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും മടിക്കുകയാണ്. യാതൊരു അനുമതിയുമില്ലാതെയാണ് 2020 മുതൽ TRP എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അലൂമിനിയം ഷീറ്റും കമ്പികളും കൊണ്ടുണ്ടാക്കിയ 3 നില നിർമ്മിതിയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് NOCക്കായി അപേക്ഷിച്ചിട്ട് പോലുമില്ല. കോർപ്പറേഷൻ NOC നൽകിയില്ലെന്ന് മേയറും ഇപ്പോൾ പറയുന്നു. ചുരുക്കത്തിൽ സൗരാഷ്ട്രയിലെ ഏറ്റവും വലിയ വിനോദ കേന്ദ്രങ്ങളിൽ ഒന്ന് പ്രവർത്തിച്ചിട്ടും ആരും ഒന്നും അറിഞ്ഞിരുന്നില്ലെന്ന് കൈകഴുകുകയാണ്. അവധി ദിനം ആഘോഷിക്കാനെത്തിയ ആൾത്തിരക്കിനിടെയാണ് തീ പടർന്നത്. इसीलिए हम लोग यहाँ पे अभी देखने आए हैं कि भाई यहाँ हमारा कोई रिलेटिव वाला कोई हमको फ़ोन तो नहीं करता, तो हम देखने आते हैं कि भाई यहाँ कोई अपना रिलेटिव वाला है कि नहीं है. तो पुलिस वाला डंडा लेके पीछे दौड़ता है. और जब ये इतना बड़ा कारोबार चल रहा था तब किसी ने किसी का सेफ्टी के बाबत कुछ नहीं देखा था. सेफ्टी तो देखा ही नहीं था. साइन कर दिया, नोट लाओ, पीछे जेब में डालो और चल जाओ. AC-യിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. വൻതോതിൽ സംഭരിച്ചു വെച്ച ഇന്ധനം അത് ആളിക്കത്തിച്ചു. ജനറേറ്ററിനായി 2000 ലിറ്റർ ഡീസൽ, ഗോ കാർട്ടിംഗ് കാറുകൾക്കായി 1500 ലിറ്റർ പെട്രോൾ എന്നിവ കരുതിയിരുന്നു. പക്ഷേ തീ പിടിച്ചാൽ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും സ്ഥാപനത്തിലില്ല. उसमें कोई पुलिस वाला पकड़ता नहीं है और किसी का कुछ खून खराब हो गया तो उसमें कोई पुलिस वाला ज्यादा ध्यान नहीं देता है. ADGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. രാവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തി. യാതൊരു അനുമതിയുമില്ലാതെ ഇങ്ങനെയൊരു സ്ഥാപനത്തിന് കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ശിക്ഷാ നടപടി ഈ സ്ഥാപന ഉടമകളിൽ മാത്രം ഒതുങ്ങരുത്. അവർക്ക് ഒത്താശ ചെയ്തവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാജ്കോട്ടിൽ നിന്നും വരുൺ വി നാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.